ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി കർത്താവിൻ്റെ മുഖമായി മാറിയ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ CSN ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സന്യാസിനി, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സങ്കേതമായി മാറിയ ദൈവദാസി, ആത്മീയവും മാനസികവുമായി തകർന്നു പോയവർക്ക് ആശ്രയിക്കാൻ ഒരു വഴികാട്ടി. എറണാകുളം ജില്ലയിലെ അങ്കമാലി നായത്തോട് സെന്റ് ജോസഫ് പള്ളി ഇടവകാംഗമായ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ CSN തൻ്റെ വ്യത്യസ്തമായ സേവന മേഖലകൾ കൊണ്ട് ശ്രദ്ധേയയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ രക്ഷ മാത്രം ലക്ഷ്യമാക്കി നിരവധി ശുശ്രൂഷകളാണ് ഈ നസ്രത്ത് സഭാ സന്യാസിനി കാഴ്ചവെക്കുന്നത്. ധ്യാന ശുശ്രൂഷ, സ്പിരിച്വൽ ഷെയറിംഗ്, ജയിൽ മിനിസ്ട്രി, സിറ്റി ബേസ്ഡ് ഇവാഞ്ചലൈസേഷൻ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിൽ തൻ്റെ സ്വർഗീയ മണവാളന്റെ മുഖവും ശബ്ദവുമായി മാറുകയാണ് ഈ സമർപ്പിത. മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സിസ്റ്റർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സിസ്റ്ററിൻ്റെ വ്യത്യസ്തമായ ശുശ്രൂഷ രീതികളെപ്പറ്റി അറിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി സിസ്റ്ററിൻ്റെ മറ്റൊരു പ്രവർത്തന മേഖലയായ സിറ്റി ബേസ്ഡ് ഇവാഞ്ചലൈസേഷൻ്റെ തുടക്കത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതികളെപ്പറ്റിയും ഒന്ന് പങ്കുവയ്ക്കാമോ? 2015 ഞാൻ സിറ്റി ബേസ്ഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടിയിട്ട് എറണാകുളം സിറ്റി ബേസ് ചെയ്ത് വരുന്നത്. ബിഷപ്പ് സെബാസ്റ്റ്യൻ അടയന്തർത്ത് പിതാവിൻ്റെ കീഴിലാണ് ഞാൻ ഈ സിറ്റി ബേസ്ഡ് ഇവാഞ്ചലൈസേഷൻ ചെയ്യുക. ഇതിനകത്ത് പല ഗ്രൂപ്പുകളുണ്ട്. സിസ്റ്റേഴ്സ് തന്നെ അൽമായരുണ്ട്, 2 പേര് വീതം. എൻ്റെ പ്രത്യേകത, നമ്മൾ കോൺവെൻറ്റിൽ ഇത്ര നാളും കോൺവെൻറ്റിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ദൈവവേല ചെയ്യുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷേ ഇത് കോൺവെൻറ്റ് വിട്ട് നിന്നിട്ട് എങ്ങനെ ഈ ആത്മാക്കളുടെ രക്ഷ, ആത്മീയ ശുശ്രൂഷ ചെയ്യാം, അല്ലെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യാം, അത് സമൂഹത്തിനും മറ്റുള്ളവർക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യുന്ന ഞങ്ങൾക്ക് തന്നെയും സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴും ഇത് കൃത്യമായി ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വാടകയ്ക്കൊരു വീടെടുക്കുന്നു, അല്ലെങ്കിൽ വാടക ഇല്ലാതെ തരുന്നവരുണ്ട്. ആ വീട്ടിൽ നിന്നിട്ട് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, ഇതിന് നിയമങ്ങൾ കാര്യങ്ങളില്ല. നിയമങ്ങളെന്ന് വെച്ചാൽ കോൺവെൻറ്റിൻ്റേതായ നിയമങ്ങൾ, കാര്യങ്ങൾ. സിറ്റി ബേസ്ഡ് ഇവാഞ്ചലൈസേഷൻ അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അപ്പോൾ സമയങ്ങളോ പരിമിതികളോ ഒന്നുമില്ല. മഠത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് കൃത്യസമയത്തിന് വരണം, അല്ലെങ്കിൽ ടൈം ടേബിൾ അനുസരിച്ച് പ്രാർത്ഥന. പക്ഷേ ഇതങ്ങനെയല്ല. ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്ര സമയം ചിലവഴിക്കേണ്ടി വന്നാലും ചിലവഴിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എത്ര മണി എന്തൊക്കെ ചെയ്യണോ ആ മേഖലകളിൽ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും ചിലപ്പോൾ സാമ്പത്തികമായിട്ടും. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സിറ്റി ബേസ്ഡ് ഇവാഞ്ചലൈസേഷൻ. അതിൽ പല ഗ്രൂപ്പുകളുള്ളതിൽ ഞാൻ ഈ പല ഗ്രൂപ്പുകാർ പല സെക്ഷനിലുള്ളവരെയാണ് ശുശ്രൂഷയ്ക്ക് എടുത്തിരിക്കുന്നത്. ചിലർ അന്യ സംസ്ഥാനത്തിൽ നിന്ന് വന്നിട്ട് ജോലി ചെയ്യുന്നവരെ എടുത്തിട്ടുണ്ട്, ചിലർ പ്രോസ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പിനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതികളാണ് ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുക. ആരെടുത്താലും എങ്ങനെ എടുത്താലും ആത്മാക്കളുടെ രക്ഷ, സുവിശേഷ വേല തന്നെയാണ് ഇത് തുടർന്നുകൊണ്ട് പോവുക. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കൂടും, 3 മാസമൊക്കെ കൂടുമ്പോൾ ഒരുമിച്ച് കൂടും, മീറ്റിംഗ് കൊണ്ട് പരസ്പരം ഷെയർ ചെയ്യും. ഈ മീറ്റിങ്ങിൽ പിതാവുണ്ടായിരിക്കും, പിന്നെ ആരുടെയെങ്കിലുമൊക്കെ വലിയ ഡീപ്പായ അനുഭവങ്ങൾ ഒരുമാതിരി എല്ലാവരും പങ്കുവയ്ക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ ഇതിനെ ബേസ് ചെയ്ത് ക്ലാസ് എടുക്കാനുണ്ടാകും. അങ്ങനെ ഇത് പൊതുവായിട്ട് പോകുന്നു. ഗ്രൂപ്പുകൾ തിരിച്ചാവുമ്പോൾ അവരവരുടെ ഗ്രൂപ്പിലാണ് ഡെയിലി പോവുക. ഞാൻ എടുത്തിരിക്കുന്നത് പിഷാട ഗ്രൂപ്പാണ്. പിഷാട ഗ്രൂപ്പിനെ എടുക്കാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. ഞാനിത് തെരുവ് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പുതിയൊരു ശുശ്രൂഷയല്ല. ഞാൻ 2000 തുടങ്ങി ചെയ്തുകൊണ്ടിരുന്നത്, സ്നേഹധാര വഴിയിൽ നിന്ന് കിട്ടുന്നവരെ ചെയ്തുകൊണ്ടിരുന്നത്. ധ്യാനത്തിൻ്റെ ഇടയ്ക്കും ചെയ്തു. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഈശോയോട് പറയുമായിരുന്നു, ഈശോയെ മുഴുവനായിട്ട് ഇവർക്ക് വേണ്ടി ഒന്ന് ഇറങ്ങാൻ പറ്റിയെങ്കിൽ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വന്ന് എൻ്റെ പ്രൊവിൻഷ്യൽ ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ലിറ്റിൽ ഫ്ലവറിന് പോകണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് സമ്മതിച്ചു. എൻ്റെ ഉള്ളിലൊരാഗ്രഹം കിടന്നതുകൊണ്ട് ഞാൻ പോയിക്കോളാം മദറേ എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചാണ് എറണാകുളത്തിന് പോകുന്നത്. ആദ്യം എൻ്റെ കൂടെ വേറെ ഒരു സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു നിശ്ചയമില്ല ഏത് ഗ്രൂപ്പിനെ എടുക്കണം, ഒരു കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എല്ലാ നിത്യാരാധനാ കേന്ദ്രങ്ങളിലും പോയിരുന്ന് പ്രാർത്ഥിക്കും. ആദ്യം അങ്ങനെയാണ് ചെയ്തത്. ഏത് ഗ്രൂപ്പ് എടുക്കണം, എങ്ങനെ ചെയ്യണം, ഒരു പിടിപാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ
വെള്ളാർപാടം പള്ളിയിൽ ഈശോയുടെ അടുത്തിരുന്ന് നിത്യാരാധനയിലിരുന്ന് ഞാനിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ കാണുവാണ്, ഇടത്തെ കാലിൽ കുറച്ച് ബാൻഡേജ് കെട്ടിയിരിക്കുന്നു, വലത്തെ കാലിൽ മുട്ടിന് താഴെ മൊത്തം പുതിയ ബാൻഡേജ് കെട്ടിയിരിക്കുന്ന 2 കാല് കാണുവാണ്. രണ്ടാമത് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കണ്ണ് തുറക്കാതെ. വീണ്ടും ഞാനിങ്ങനെ കാണുവാണ്, ഇത്തരത്തിലുള്ള ഒരു ബ്രൗൺ കളറ് കവറ്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗുളിക മാത്രം മരുന്ന് മതി. അതിന് ഉള്ളിലായിട്ട് ഇത്രയുള്ളൊരു ബില്ല് മടക്കി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നറിയില്ല. ഞാൻ ഉച്ച കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ രാവിലെ പോയതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല വേനൽക്കാല ദാഹം ഉണ്ടായിരുന്നു. ദാഹത്തിന് അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് അപ്പം എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ച് ചെല്ലുക, ഇച്ചിരി ഭക്ഷണം കഴിക്കുക, അത്രയും ഒരു നീഡ് എനിക്ക് തോന്നും. അങ്ങനെ ഞാൻ ഹൈക്കോർട്ടിൽ ബസ് ഇറങ്ങിയിട്ട് എളുപ്പ വഴികളും തണലുള്ള വഴികളും ഇങ്ങനെ അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ആതിര എന്ന് പറയുന്ന ഒരു സ്വർണ്ണ തുണിക്കട അവിടെയുണ്ട് എറണാകുളം ഹൈക്കോർട്ടിൽ. ആതിര കടയുടെ സൈഡിൽ റോഡ് പോണ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ മീനിൻ്റെ വാല് പോലെ ഒരു മതിലല്ല എന്ന് അങ്ങനെ ഇപ്പോഴും ഉണ്ട്. ഓപ്പൺ സ്റ്റേജൊക്കെ ആയിട്ട് അവിടെ നിന്ന് ചെറിയ പ്രോഗ്രാമൊക്കെ നടക്കും, ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത്രയും ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് റോഡ് കിടക്കാനാണ് ഞാൻ നോക്കിയത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പതുങ്ങിയ പോലെ ഇരിക്കുന്നു. പക്ഷേ കാണുന്നത് ഞാൻ 2 കാല് മാത്രമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി ഈ കാലുള്ള ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചോറുണ്ടോ? പിന്നെ ഞാൻ എൻ്റെ വിശപ്പൊക്കെ മറന്നുപോയി. ചോറുണ്ടോ, ചായ കുടിച്ചോ, ചോറ് മേടിച്ച് തരട്ടെന്നില്ല, അങ്ങനെ പെട്ടെന്ന് ചോദിക്കുക. അപ്പോൾ ഇത് പറഞ്ഞു, വേണ്ടമ്മ, ചായ തരട്ടെ, വേണ്ടമ്മ. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ പറഞ്ഞു, അമ്മ ചെയ്തു തരുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ചെയ്തു തരാം. അപ്പോൾ ഈ പറഞ്ഞു, എനിക്ക് തിങ്കളാഴ്ചയാണ് ഇനി ഡോക്ടറെ കാണാൻ വേണം. അപ്പം ഞാൻ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കാൻ. അതുകൊണ്ട് എനിക്ക് 2 ദിവസത്തേക്ക് ഇനി മരുന്നില്ല അമ്മ, എനിക്ക് ആ മരുന്ന് മേടിച്ച് തരാമെന്ന് വളരെ ദയനീയമായിട്ടാണ് ചോദിക്കണേ. അപ്പോൾ ഞാനെന്താ വെച്ചാൽ കടലാസ് പേപ്പറുണ്ടോ, മരുന്നിൻ്റെ കുറിപ്പുണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. കുറിപ്പ് വേഗം തന്നു. എനിക്കപ്പോൾ അധികം കാലങ്ങളായിട്ടില്ലാത്തതുകൊണ്ട് അവിടെ കടകളോ ഒന്നും വലിയ പരിചയമില്ല. ഞാൻ എവിടെയാണ് മരുന്ന് കട എന്നറിയാമെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോയി മരുന്ന് കടയിൽ ചെന്നു. ഞാൻ ഈ 2 ദിവസത്തേക്ക് മരുന്ന് മേടിച്ച് അവർ കവറിലിട്ട്, സാധാരണ ബില്ല് തരുന്നത് നമ്മുടെ കയ്യിലേക്കാണ്. ഈ ബില്ല് ഒരു വ്യത്യസ്തതയുണ്ടെന്നും ഇത് തന്നെയാണ് ആൾ എന്നും ഇത് തന്നെ ദൈവം കാണിച്ചു തന്നാണെന്നും എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കണം. ഞാൻ എങ്ങനെ കണ്ടോ ചെറിയ ബില്ല് 4ആക്കി മടക്കി കവറിൻ്റെ അകത്ത് ഇട്ടതുപോലെ തന്നെ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എനിക്ക് അങ്ങനെ ഇട്ട് തരുക. കവറും പിടിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, അയ്യോ, ഈശോ കാണിച്ചു തന്ന 2 കാലാണിത്. ഈശോ കാണിച്ചു തന്ന കവറ് ബ്രൗൺ കളറ് ഇത്ര ഉള്ളത്, പിന്നെ മരുന്ന്, കുറച്ച് മരുന്ന്, ഇതെല്ലാം ഈശോ കാണിച്ച ദൈവമേ, ഈ മനുഷ്യൻ ഈശോയുടെ ഉള്ളിൽ ജീവിക്കണ മനുഷ്യനാണല്ലോ. എന്നിട്ട് ഞാനിത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പറും ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, തിങ്കളാഴ്ച ജനറൽ ആശുപത്രിയിൽ പോകണം, അതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കണം. അപ്പോൾ തിങ്കളാഴ്ച പോയി ഡോക്ടറെ കണ്ടിട്ട് അവിടെ വരണം, ഭക്ഷണം കഴിക്കണം, പിന്നെ എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞു. അവിടെ വന്ന് ഞാനിങ്ങനെ അയാളെ തിങ്കളാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു, കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, തെരുവിൽ ഒത്തിരി വിശുദ്ധർ ജീവിച്ചിരിക്കുന്നു എന്ന്. കാരണം എനിക്ക് പോലും ഇല്ലാത്തൊരു നന്മ മനുഷ്യനെന്ന് കേൾക്കാനിടയായി. എനിക്ക് എങ്ങനെയാണ് ഇവിടെ സാഹചര്യത്തിൽ വന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ ഷാജി എന്നാണ് അവൻ്റെ പേര്. പറഞ്ഞു, അവന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കാഞ്ഞിരപ്പള്ളി സൈഡിൽ ജോലി ചെയ്ത് വാർക്കപ്പണി, വീട് പണികളൊക്കെ ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കി 2-3 സെൻറ്റ് സ്ഥലം മേടിച്ചൊരു വീട് പണിത് ചെറിയ വാർക്ക വീട്, അതിൻ്റെ അകത്ത് താമസിച്ച് പതിവായിട്ട് ജോലിക്ക് പോകും. അങ്ങനെ ജോലിക്ക് പോകേണ്ടിരുന്ന വെളുപ്പിന് ഒരു ദിവസം യാത്ര പോകേണ്ടി വന്നപ്പോൾ വീട് പൂട്ടി വഴിയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ആ വഴിയരികിൽ 3 പെൺമക്കളെ കൊണ്ട് ഒരച്ഛനും അമ്മയും കിടന്നുറങ്ങണം. അപ്പോൾ ഈ മനുഷ്യൻ ആ അച്ഛനെയും അമ്മേനെയും വിളിച്ചിട്ട് ഇവരെയും വിളിച്ച് എഴുന്നേറ്റ് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ താക്കോലും ഏൽപ്പിച്ചിട്ട് അന്ന് ഇറങ്ങി എറണാകുളം നോർത്തിൽ വന്ന് താമസിക്കുന്നു. ഒരു ചെറിയ മുറി 3-4 പേര് കൂടി വാടകയ്ക്ക് എടുത്തിട്ട് തിരിച്ചു പോയി അയാൾ പണിയെടുക്കുന്നു, വന്ന് താമസിക്കുന്നു. അങ്ങനെ പണിയെടുത്ത് പൈസ സമ്പാദിക്കുന്നു, കുടിക്കില്ല, വലിക്കില്ല, ഒന്നും ചെയ്യില്ല, നല്ല ജീവിതം. പിന്നെ അതങ്ങനെ ഇരിക്കുമ്പോൾ 1.5 വർഷം മുൻപ് വേരിക്കോസ് വെയിൻ മൊത്തം കാലിൽ വന്ന് പൊട്ടി, പല ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പോൾ ഈ പൈസ എല്ലാം ചിലവഴിച്ച് പൈസ തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൈസ ഇല്ലാതായപ്പോൾ അന്നന്ന് വേണ്ട അപ്പത്തിനാണ് എവിടെയെങ്കിലും മൂലയിൽ ആരും ഇല്ലാത്തിടത്ത് ഒതുങ്ങിയിരിക്കുന്നത്.
അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. ഇപ്പം പൈസ തീർന്നുകൊണ്ട് ചികിത്സയ്ക്ക് വഴിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതിൻ്റെ ആധാരം എടുത്തോ കയ്യിൽ? ഇല്ല. അതിനെന്തെങ്കിലും കരാർ എഴുതോ, മുദ്രപത്രം എന്തെങ്കിലും ഉണ്ടോ, വാടക എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല. ഒന്നും ചോദിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ അതുവഴി തിരിഞ്ഞു പോയിട്ടുമില്ല. ശരിക്കും ഞാൻ ആ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന്, ഷാജിയുടെ മുമ്പിൽ നിന്നപ്പോൾ ദൈവമേ, ഞാൻ ഇതിൻ്റെ ഒരു അംശം പോലും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് എനിക്കൊരു തിരിച്ചറിവ് തന്നത് ശരിക്കും ഈ ഷാജിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇടത്ത് കാലിൻ്റെ അറ്റത്ത് കുഷ്ഠം വന്ന് പോയതാണെന്ന് തോന്നുന്നു. വിരലൊന്നുമില്ല, ബാൻഡേജ് കെട്ടി വയസ്സായി ക്ഷീണിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ കാല് കുത്തിയിരിക്കുന്ന കാണുവാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ അത് കഴിഞ്ഞിട്ട് രൂപതയുടെ റിന്യൂവൽ സെൻറ്റർ എന്ന് പറയും, പ്രീ മാരേജ് കോഴ്സിൽ കൗൺസിലിങ്ങിന് സ്പിരിച്വൽ ഷെയറിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ നോക്കുന്നത്, ഞാൻ ഈ കാല് കണ്ട മനുഷ്യനായിരിക്കുന്നത്. ഞാൻ ഉടനെ ചോദിച്ചു, വല്യപ്പ എന്താ വേണ്ടേ? തമിഴാണ്. എന്താ വേണ്ടേ? അപ്പോൾ അത് വിശേഷമൊക്കെ പറഞ്ഞു. പിന്നെ എന്നിട്ട് അത്യാവശ്യം കാര്യം ഞാൻ അന്നേരം നടത്തി കൊടുത്തിട്ട് ഞാൻ പോയി തിരിച്ചു വന്നു. പിന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ ഈ വല്യപ്പൻ്റെ അടുത്ത് ചെല്ലും. അവിടെ അങ്ങനെ ചിലപ്പോൾ കുറച്ച് പേരുണ്ടാവും, അവരുടെ അടുത്ത് ചെന്ന് വിശേഷം ചോദിക്കും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ഭിക്ഷാട ഗ്രൂപ്പിനെയാണ് ഈശോ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ചില ദിവസമൊക്കെ ഇവർ ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ വിശന്ന് പ്രായം ചെന്നവർ ഇങ്ങനെ വിറച്ചിരിക്കണം. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഭക്ഷണപ്പൊതി അയച്ച് വെച്ച് കൊടുക്കുമ്പോഴേക്ക് 2 കണ്ണിൽ നിന്നും പിടപെടാന്ന് കണ്ണുനീര് ഇങ്ങനെ വീഴും. പിന്നെ ഇവരോട് സംസാരിക്കലാണ് ഞാൻ ആദ്യം എങ്ങനെ ഇവിടെ എത്തി, ഇവരിവിടം വരെ എത്താനുണ്ടായ പിന്നിലെ ഒത്തിരി തിക്താനുഭവങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ. പക്ഷേ അതൊക്കെയാണ് അവരെ ഈ തെരുവിലേക്ക് ഇറക്കിയത്. തക്ക സമയത്ത് അവരാ വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടുമുട്ടുക, ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുമുട്ടി അവർക്കൊരു കൈ കൊടുക്കുക, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അവരിങ്ങനെ ചിലപ്പോൾ ദിവസങ്ങളിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ മറൈൻ ഡ്രൈവിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോൾ ഒരു ഭക്ഷണം കൊടുത്തു, അവരെ ഒന്ന് വിളിച്ചു. ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റും, ചില കടകളിലൊക്കെ ആക്കി കൊടുത്തു, അവർ പിന്നെ ജീവിച്ചു പൊക്കോളും. ഇല്ല, വീട്ടിൽ നിന്നൊക്കെ പിണങ്ങി വന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നു, പിന്നെ അവർക്ക് ഒരു തിരിച്ചറിവ് വരുന്നു, അയ്യോ തിരിച്ചെല്ലാം പറ്റുന്നില്ല, ആരും വിളിക്കുന്നില്ല. അപ്പോൾ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ വീട്ടിലേക്ക് ഇവർ തെരുവ് തന്നെയാകാതെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയപ്പോൾ ഞാൻ ഓർത്തു, തക്ക സമയത്ത് ഇവർക്കൊക്കെ ഈ സ്ഥിരം ഭിക്ഷാടകരായവരെ തക്ക സമയത്തൊരു കൈ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ആനുകൂല്യം കൊടുക്കാൻ, ഒരു ചോറ് കൊടുക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ആവില്ല. പിന്നെ അതിൽ 2 തരത്തിലുണ്ട് ഭിക്ഷാടകർ. കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഭിക്ഷ യാചിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. എന്ന് വെച്ചാൽ പണിയെടുക്കാൻ ആരുമില്ല, രോഗികൾ വീട്ടിൽ, പിന്നെ ഇവർക്കും പണിയെടുത്ത ഒരു കൂലിവേലക്കൊന്നുള്ള ആരോഗ്യമില്ല, മക്കളെ പഠിപ്പിക്കണം, വീട് സാഹചര്യങ്ങൾ വീടില്ല. മറ്റൊന്ന് തെരുവ് മാത്രമായിട്ട് ഉപജീവനത്തിന് വേണ്ടി അവർ ചിലപ്പോൾ കുടിക്കും, വലിക്കും, മദ്യത്തിന്. അപ്പോൾ ഇതിന് കാരണമുണ്ട്. ഇവരിങ്ങനെ ഒറ്റപ്പെട്ട് വന്നിരിക്കുമ്പോൾ അവർക്കാണെങ്കിലും ഒരു സാഹചര്യം കൊടുത്ത് നമ്മൾ പല ദിവസം ഇപ്പോൾ ഒത്തിരി ഭിക്ഷാടകരുണ്ട്, വലിച്ചുകൊണ്ടിരുന്നവർ വലിക്കാത്തവർ, മദ്യപിച്ചുകൊണ്ടിരുന്നവർ മദ്യപിക്കാത്തത്, ആ കാശ് കൂട്ടി വെച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഭിക്ഷാടക ഗ്രൂപ്പിനോട് ഇപ്പോൾ ഒരു തരത്തിലും മാറി നിന്നോ വേറിട്ട് ചിന്തിക്കാനോ ഇനി മറ്റൊരു ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന്. പക്ഷേ ചിലരൊക്കെ ഇവരുടെ കുടുംബങ്ങളിൽ പോയി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ചില ബാത്റൂം ഇല്ലാതെ പെൺകുട്ടികൾ വലുതായത്, പിന്നെ വാതിലുകളില്ലാതെ പെൺകുട്ടികൾ കിടന്നുറങ്ങുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് ഒരു ബാത്റൂം പണിത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ പല ബാത്റൂം പണിത് കൊടുക്കുക, അല്ലെങ്കിൽ വാതിലുകൾ വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് പ്രവർത്തനം ഈശോ പറഞ്ഞില്ലേ, ഈ ഒരുവന് ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മളൊട്ടും മടുക്കാത്ത ഒരു ജോലിയാണ്. ശരീരം മടുക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മടുക്കാം, പക്ഷെ നമ്മുടെ മനസ്സും ആത്മാവും ഒരിക്കലും മനസ്സ് മടുക്കില്ല. കാരണം ഇവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട്, ഇവർ ദൈവത്തെ വിളിക്കുന്നു, ഇവർ കയറിപ്പോരുന്നു. അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും എത്ര കഷ്ടപ്പെട്ടാലും, എത്ര പെട്ടണി ഇരുന്നാലും, എത്ര ദാഹിച്ചാലും, വിശന്നാലും, വെയിൽ കൊണ്ടാലും, കാല് നടന്ന് വേദന എടുത്താലും, ഓരോ വീടുകൾക്ക് ഭിക്ഷാടകർക്കോ നമ്മൾ ഓട്ടോയ്ക്കോ വണ്ടിക്കോ പോയാൽ പറ്റില്ല. അവരിരിക്കുന്നത് പിന്നീട് അവൻ നമ്മൾ നടക്കണം. വെയിൽ നോക്കിയിട്ട് കാര്യമില്ല, മഴ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എത്രയും ഇവിടെ ഇതുണ്ടെങ്കിൽ പോലും ഇവരോട് ചെന്ന് മിണ്ടി കഴിയുമ്പോൾ ഇവരുടെ സങ്കടം കേട്ട് കഴിയുമ്പോൾ ഇവർ പറയും, അമ്മ ഇപ്പോൾ എന്തോ ഭാരം, കരിങ്കല്ലിൻ്റെ ഭാരം പോയ പോലെ. ഞാൻ ചെയ്യുന്ന തെരുവിൽ തീർത്തും ഇങ്ങനെ വഴി കിടക്കുന്ന മെൻ്റൽ അങ്ങനെയൊക്കെയാണ്. ചികിത്സ വേണ്ടവരാണെങ്കിൽ എടുത്തിട്ട് വണ്ടിക്കാരെ വിളിച്ചിട്ട് ജനറൽ ആശുപത്രി കൊണ്ടിടും. അവിടെ ഒരു ഐസൊലേഷൻ വാർഡുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് മരുന്ന് കൊടുത്തോളും, സംരക്ഷിച്ചോളും. എന്നിട്ട് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോടും പറയും, കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെ
ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് ആക്കണം, അവരുടെ തെരുവിൽ വിടരുത് കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും എനിക്കറിയാവുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് അങ്കമാലിയിൽ നിന്നപ്പോൾ, അപ്പോൾ അവിടെ എവിടെയെങ്കിലും ആക്കി കൊടുക്കും. ഇത്രയാണ് സിറ്റി ബേസ്ഡ് ഇവാഞ്ചലൈസേഷൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സിസ്റ്റർ വേളാങ്കണ്ണിയിലൊരു ധ്യാന ശുശ്രൂഷ നടത്തുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തില്ല? ഞാൻ ഈ തെരുവ് ജോലിക്ക് വേണ്ടിയിട്ട് സിറ്റി ജോലിക്ക് വേണ്ടിയിട്ട് വന്നിട്ട് പാലാരിവട്ടത്ത് ഒരു വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ 2005 ഞങ്ങൾ ആരും അഡ്രസ്സ് കൊടുക്കാതെ, അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാതെ, അറിയാതെ തന്നെ എൻ്റെ പേര് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന് മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് റോസാമിസ്റ്റിക്ക മാതാവിന് ഇങ്ങനെ അയച്ചു തന്നു. അപ്പോൾ ഈ മാതാവിൻ്റെ അടുത്തിരുന്ന് ഞാൻ ഈ മുറിയിൽ ചെറിയ മാതാവിനെ, 2 മാതാവിന്, വലിയ മാതാവിനും ചെറിയ മാതാവിനും തന്നു. അപ്പോൾ ഞാൻ ചെറിയ മാതാവിനെ എപ്പോഴും കൊണ്ട് നടക്കും എൻ്റെ കൂടെ. ഞാൻ എൻ്റെ മുറിയിലിരുന്ന്, കിടക്കുന്ന മുറിയിൽ തന്നെ വെച്ചിരിക്കണം, വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ 3ാമത്തെ രഹസ്യമായപ്പോൾ 2015 ഇങ്ങനെ വേളാങ്കണ്ണി മാതാവും ഉണ്ണിയും, അതും ഹാഫായിട്ടുള്ള, ഞാൻ കണ്ടിരിക്കണ മുഴുവനായിട്ടുള്ള ഉണ്ണി മാതാവിനെ. പക്ഷേ എൻ്റെ അടുത്ത് വന്നത് ഇത്ര ഹാഫായിട്ടുള്ള ഉണ്ണി മാതാവും ഇങ്ങനെ തൊട്ടടുത്ത് വന്ന് നിൽക്കണു. അപ്പോൾ നല്ല രസം. അപ്പോൾ ഞാനിങ്ങനെ എന്താണാവോ എന്തിനാണെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെത്തില്ല, ജൂൺ 15 ജനുവരി 1-ാം തീയതി ഞാൻ ഹൈക്കോർട്ടിൻ്റെ അതിൽ കച്ചേരിപ്പടിയുടെ അതിൽ റോഡിലൂടെ തെരുവ് വേലയ്ക്ക് വേണ്ടി നടക്കുമ്പോൾ ഒരു ഫോൺ വരാണ് എനിക്ക്, തൃശ്ശൂർ സൈഡിലുള്ള. അപ്പോൾ ഞാൻ ഇടവക ധ്യാനങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു 2005 ശേഷം. അപ്പോൾ ഈ ഇടവകളിൽ, തൃശ്ശൂർ ഇടവകളിൽ കുറച്ച് ധ്യാനം കൊടുത്തിട്ടുമ്പോൾ അതിലൊരു ഇടവകയിൽപ്പെട്ടൊരു ചേട്ടൻ പറഞ്ഞിട്ട് തൃശ്ശൂർ രൂപതയുടെ കീഴിൽ വേളാങ്കണ്ണി ധ്യാനിപ്പിക്കാൻ പോകുന്ന ഒരു ബ്രദറാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോകുന്നുണ്ട്, സിസ്റ്റർ ധ്യാനിപ്പിക്കാൻ സഹായിക്കാൻ വരാമെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് വേഗം എൻ്റെ പ്രൊവിൻഷ്യാളെ വിളിച്ച് അനുവാദം ചോദിച്ചു, പൊക്കോളാൻ പറഞ്ഞു. പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ബസ് നിർത്തി കഴിഞ്ഞിട്ട് സ്ഥലമായി ഇതാ പള്ളി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കുന്നത് ശരിക്കും ധ്യാനകേന്ദ്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഹാഫായിട്ടുള്ള ഉണ്ണി മാതാവ് ഇരിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ താമസിച്ച എറണാകുളത്ത് ഞാൻ ആരും അറിയാതെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി മാതാവ് എന്നെ അവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുകയാണ് എന്തുകൊണ്ട് ഈ സ്ഥലം മാതാവ് ഉണ്ണി തിരഞ്ഞെടുത്തു, ഇത്രയും ജനം ഇവിടെ വരുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ ധ്യാനങ്ങൾ നടക്കുന്നതിന്. 2 മക്കവായർ 5-ാം അധ്യായം 18, 19, 20 വചനം ഇങ്ങനെയാണ് പറയുക, ദേശത്തിന് വേണ്ടി ഒരു ജനതയെ തിരഞ്ഞെടുക്കുകയല്ല, ജനതയ്ക്ക് വേണ്ടി ഒരു ദേശം തിരഞ്ഞെടുക്കുകയാണ്. അതിനാൽ ആ ദേശം നിങ്ങളുടെ ഐശ്വര്യതയും കഷ്ടതയും ഏറ്റുവാങ്ങും. അപ്പോൾ ജനം ഇന്ന് ഓടി ഓടി വേളാങ്കണ്ണിക്ക് പോകും, തിന്നുന്നു കുടിക്കുന്നു ഇറങ്ങി വരുന്നു. ഈശോ എന്നോട് പറഞ്ഞു 2-ാം വരവിന് ഒരുക്കമായിട്ട് ജനത്തിൻ്റെ കഷ്ടതയും ഐശ്വര്യവും അവിടെ എടുക്കുന്നു. അമ്മയുടെ സാന്നിധ്യം, ഉണ്ണിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ ഈ വചനം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം തിരഞ്ഞെടുത്തൊരു സ്ഥലത്ത്, പ്രത്യേകം ഇപ്പോൾ ഇവിടെയൊക്കെ ധ്യാനകേന്ദ്രമുണ്ട്, പക്ഷേ കൃത്യമായിട്ട് ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയാൻ ഒത്തിരി സ്ഥലങ്ങളില്ല. ഏതെങ്കിലും സ്ഥാപനങ്ങളോട് ചേർന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രിഗേഷൻ അതേ ഇടവോട് ചേർന്ന്. പക്ഷെ ദൈവം പ്രത്യേകം വേളാങ്കണ്ണി എന്ന് പറഞ്ഞ എല്ലാ ജനതയ്ക്കും അറിയാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് കാലങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുത്തത്. ആ സ്ഥലത്തിനും ആ പ്രദേശത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ഈ 2 കാരണങ്ങൾ, ഒന്ന് ഉണ്ണി മാതാവും എൻ്റെ മുറിയിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു, 2 ഈ കാരണത്താലാണ് എന്നെ അവിടെ തന്നെ എത്തിക്കുന്നത്, ദൈവം തിരഞ്ഞെടുത്തു. പിന്നെ 2 മക്കവാരി പറയുന്ന ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് അവിടെ ചെന്നപ്പോൾ ഓർമ്മപ്പെടുത്തി തരുക. പിന്നെ അമ്മയുടെ പാദത്തിലിരുന്ന് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈശോയിലേക്ക് അടുക്കണമെങ്കിൽ അമ്മയിലേക്ക് എന്നാൽ മതി. അപ്പോൾ അമ്മയുടെ പാദത്തിലിരുന്ന് അമ്മ നടന്ന സ്ഥലത്ത്, അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ചെയ്യുമ്പോൾ എന്ത് കുറവുണ്ടെങ്കിലും ഉണ്ണിയിലൂടെ അമ്മ നികത്തും. വേളാങ്കണ്ണിയുടെ പ്രത്യേകത അതാണ്. ഇന്ന് 1650 മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതേ ശക്തി, അതേ ചൈതന്യം ഇന്ന് മണ്ണിൽ ചവിട്ടുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്നൊക്കെ ആഴ്ച വണ്ടി പോകുന്നു, ആളുകൾ ഓടി ഓടി പോകുന്നു, മാസത്തിൽ പോകുന്നു, വർഷത്തിൽ പോകും. എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ എത്രയോ സ്ഥലങ്ങൾ കിടക്കുന്നു. അവിടേക്കാണ് അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോയത്. ഇതാരും മനുഷ്യരെ നിയോഗിച്ചതോ നിയമിച്ചതോ അല്ല, സത്യം. പക്ഷേ അത് അവിടെ എത്താൻ വേണ്ടി ഈ ഒരു ബ്രദറിനെ അങ്ങനെ ഒന്ന് കരുവാക്കി. പിന്നീട് ആ ധ്യാനം ആ ബ്രദർ 5-8 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ഒക്ടോബർ കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സൈലൻ്റ് അറ്റാക്കിൽ മരിച്ചു. പിന്നീട് അതിൻ്റെ ഉത്തരവാദിത്തം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ഏറ്റെടുത്തപ്പോൾ മാത്യു തുണ്ടത്തിൽ MCBSൽ ഒരു അച്ഛനുണ്ട്, അച്ഛനും ഞാനും പിന്നെ
അത്യാവശ്യം ടീം അംഗങ്ങളെയൊക്കെ ചേർത്താണ് ധ്യാനം നടക്കുക. 2.5 വർഷമായിട്ട് മാതാവ് ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളോടൊപ്പമുള്ള സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനം ശരി, പക്ഷേ പ്രാർത്ഥനയില്ലാതെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. 2-3 ദിവസം പ്രാർത്ഥനയുടെ അളവ് സമയം കുറഞ്ഞാൽ തന്നെ ഈ വെള്ളത്തിൽ കിടക്കുന്ന മീൻ കരയ്ക്ക് വെയിലത്ത് പിടിച്ചിടുമ്പോൾ ഒരു പിടപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് പിടപ്പല്ല, പക്ഷെ എന്തോ ഒരു ശൂന്യത, എന്തോ ഒരു ഡ്രൈനെസ് എൻ്റെ മനസ്സിലും ആത്മാവിലും ശരീരത്തിലും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഡ്രൈനെസ് വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ നിത്യാരാധനയിലോട്ട് പോയിരിക്കും. ഇല്ലെങ്കിൽ ഇനി പകലൊരു കാരണവശാലും സമയം കിട്ടില്ലെങ്കിൽ രാത്രി ഇരുന്ന് ആ പഴയ ഒരു ശക്തിയിലേക്ക് ആയിട്ട് ഞാൻ പോയി കിടക്കുകയുള്ളൂ. അത്ര ആയില്ലെങ്കിൽ ചിലപ്പോൾ കിടക്കാത്ത ദിവസങ്ങളും ചിലപ്പോൾ കാണും. ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ എന്നോട് തന്നെ സ്ട്രിക്റ്റാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈശോയും ഞാനും മാത്രം അറിയുന്ന എൻ്റെ അധികാരികൾ എന്നെ വിശ്വസിച്ച് വിട്ടിരിക്കുന്നു. രൂപതയിൽ നിന്ന് എന്നെ വിശ്വസിച്ച് വിട്ടിരിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം, ഭക്ഷണം കഴിച്ച് പ്രാർത്ഥന ഇല്ലാതെ വേണമെങ്കിൽ ജീവിക്കാം. പക്ഷേ പ്രാർത്ഥന ഇല്ലാതെ ജീവിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ ഒപ്പം തന്നെ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ധ്യാനം കൊടുക്കണമെങ്കിൽ എത്ര മണിക്കൂർ കൊടുക്കണമെങ്കിൽ അത്രയും മണിക്കൂർ ഈശോയുടെ അടുത്തിരുന്നിട്ട് അതിന് ഞാൻ എക്സ്ട്രാ ടൈം കണ്ടെത്തും. ബാക്കി ഭക്ഷണമോ മറ്റു കാര്യങ്ങൾ എന്തെല്ലാം കുറഞ്ഞാലും ശരി, അതെനിക്ക് വിഷയമല്ല. പക്ഷേ പ്രാർത്ഥനയുടെ സമയം എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. പേഴ്സണലായിട്ടുള്ള എൻ്റെ ഈശോയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നിരിക്കും, ആ ചെയ്ത കാര്യങ്ങളൊക്കെ പറയും, കുറച്ച് നേരം കഴിയുമ്പോൾ വചനം വായിക്കും. ഇങ്ങനെ എനിക്ക് മെഡിറ്റേഷനാണ് ഇഷ്ടം, തനിച്ചിരിക്കുമ്പോൾ. അപ്പോഴാണ് ഈശോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മാതാവും എനിക്ക് പറഞ്ഞു തരുന്നത്, കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ വിഷയങ്ങൾ, അല്ലെങ്കിൽ വചനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ മരണാസന്നർക്ക് വേണ്ടി മരിക്കാതെ കിടക്കുമ്പോൾ അപ്പോൾ അവരെ കാണിച്ചു തരും. ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരണക്കൊന്തല്ല. പിന്നെ എല്ലാ ദിവസവും 3 മണിക്ക് തന്നെ ഈശോ വിളിക്കും. അത് വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുന്നേ 3 മണിക്ക് സമയം നോക്കുമ്പോൾ കറക്റ്റ് 3 മണിയായിരിക്കും. അപ്പം ഞാൻ എഴുന്നേറ്റ് കരണക്കൊന്ത എന്നും ചെല്ലും. അത് കഴിഞ്ഞ് ഞാൻ കിടക്കും. കിടന്നു കഴിയുമ്പോൾ മരിക്കാതെ വിഷമിക്കുന്ന ആത്മാക്കളെ കാണിച്ചു തരും ഈശോ. പിന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അവർ ശാന്തമായിട്ട് മരിക്കുന്നത് കാണിച്ചു തരും. അപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ചില ആത്മാക്കൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഇങ്ങനെ പറ്റാതെ കരഞ്ഞ് ദീന്ത് കാണിച്ചു തരും. അപ്പം ഞാൻ വീണ്ടും കരണക്കൊന്തയിൽ പ്രാർത്ഥിക്കും. ഉറങ്ങുവാണെങ്കിലും ആരൂപിയിൽ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കും ഈശോ, അതെനിക്ക് കേൾക്കാം. അപ്പോൾ അത് കഴിയുമ്പോൾ അവരുടെ ആ കരച്ചിൽ നിൽക്കും. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് എന്നോട് തന്നെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. പണ്ട് സിസ്റ്റർക്ക് രോഗപീഠകൾ ഉണ്ടായിരുന്നപ്പോൾ സിസ്റ്റർ അതെങ്ങനെയാണ് സ്വീകരിച്ചത്? ആദ്യമൊന്നും ഇങ്ങനെ ദൈവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത് രക്ഷയ്ക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സുവിശേഷ വേലയ്ക്കാണ് എനിക്കറിയാൻ വേണ്ടായില്ല. എല്ലാവരെ പോലെ തന്നെ വിഷമിച്ചും വേദനിച്ചും കരഞ്ഞും ഒക്കെ ഞാനെടുത്ത്. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഈശോ ഓരോന്ന് കാണിച്ചു തരുന്നു, വചനം എഴുതി കാണിക്കുന്നു, പറയുന്നു, പിന്നെ വചനം പ്രഘോഷിക്കാനുള്ള ക്ലാസ്സുകൾ തരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ വേദന ഓർമ്മയില്ലാതെ ഹരമായി. അന്നേരം തുടങ്ങി എനിക്ക് ഒരു വെളിവുണ്ട്. സഹനങ്ങളാണ് എന്നെ വചനവേദിയിലേക്ക് നിർത്തിയിരിക്കുന്നത്. സഹനങ്ങൾ ഇപ്പോൾ വചനവേദി വന്നിട്ടും വ്യത്യസ്തമായ സഹനങ്ങളുണ്ട് എന്നും. പക്ഷേ ഈ സഹനങ്ങളാണ് ഓരോ ദിവസത്തെ. ഒരു ചെടി നട്ടാൽ വളമില്ലെങ്കിൽ നല്ല പൂണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വളങ്ങളാണ് ഇതിനകത്തേക്ക് പോകുന്ന സുവിശേഷ വേല എന്നെ നിവർത്തുന്നത്. അതുകൊണ്ട് ശാരീരിക സഹനങ്ങൾ ഇപ്പോൾ ഏത് തരം സഹനങ്ങൾ വന്നാലും മുഴുവനായിട്ടോ 100% എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കഴിയുമ്പോഴെങ്കിലും ഈശോ ഇന്ന കാര്യത്തിനായിരിക്കും, അല്ലെങ്കിൽ ഉടനെ ഈശോ ഒരു മെസ്സേജ് തരും എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ ഇതാവും, ഇതിനു വേണ്ടിയാണ് തന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചെങ്കിലും സഹനത്തിൻ്റെ മൂല്യങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഈ സുവിശേഷ വേലയാണ് എന്നെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോടും ജപമാലയോടും സിസ്റ്ററിന് പ്രത്യേകമായൊരു അടുപ്പമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അനുഭവത്തെ പറ്റി ഒന്ന് പങ്കുവയ്ക്കാമോ? പരിശുദ്ധ അമ്മയോട് ഇത്രയും ബന്ധം എനിക്ക് വരുന്നതിന് മുൻപ് തന്നെ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു അമ്മ സംരക്ഷിച്ചത്. ഞാൻ പഞ്ചാബിലെ ആശുപത്രിയിൽ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഒരു വില്ലേജിലോട്ട് പോവുക. അപ്പോൾ വില്ലേജിൽ ഞങ്ങൾ പോകുമ്പോൾ മഠം കഴിഞ്ഞ് ഒരു ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ്, അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിജന സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് പുറകെ ഒരു 6:30 മണിയായപ്പോഴാണ് ഞങ്ങൾ വില്ലേജിലോട്ട് പോകണമെന്ന് വെച്ചാൽ ആശുപത്രിയിലെ OPD കഴിഞ്ഞതിന് ശേഷം. അപ്പം ഞാനും വേറൊരു സിസ്റ്റർ ഒരു 2 ചെറിയ പിള്ളേരും ഞങ്ങളുടെ അവിടുത്തെ എക്സ്റേ പയ്യനും കൂടിയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ബസ് സ്റ്റാൻഡും ജംഗ്ഷനും കഴിഞ്ഞ് വിജന സ്ഥലത്തോട്ട്
വണ്ടി കിടക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് പുറകിൽ വന്നൊരു ജീപ്പ് ഓവർടേക്ക് ചെയ്ത് ഫുൾ ലൈറ്റിൽ, അപ്പോൾ സന്ധ്യയായി തുടങ്ങി, ഫുൾ ലൈറ്റിൽ ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് ഡ്രൈവറുടെ നേരെ ഒരു ചെറുപ്പക്കാരൻ ആദ്യം തോക്കെടുത്ത്, പഞ്ചായത്തിൻ്റെ തോക്ക് വലിയ തോക്കാണല്ലോ, അവിടെ വീടുകളിലെല്ലാം പരസ്പരം വെടിവെക്കുന്നത് ഇത് ചെയ്യുന്നത് തോക്കാണ് അവർക്ക്, നമ്മുടെ കത്തി പോലെ തോക്കാണ് അവർക്ക് വീട്ടിലുള്ളത്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തോക്ക് ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് നാവ് മുഴുവൻ കടിച്ച് പുറത്തോട്ടിട്ട് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വണ്ടിയുടെ അടുത്ത് വന്ന് ഡ്രൈവറിൻ്റെ നേരെ വന്നിട്ട് പഞ്ചാബിയിൽ എന്തൊക്കെയോ അവൻ ചോദിച്ചപ്പോൾ ഡ്രൈവർ ഇങ്ങനെ പേടിച്ച് പറിച്ചിട്ട് ടീക്ക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവർക്കൊരു ആചാരമുണ്ട്, കൊല്ലാൻ വന്നാലും ശരി ഡ്രൈവർ ഡോറ് തുറന്ന് പുറത്ത് നിൽക്കണമെന്നുള്ള ഒരു എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നു. അവനങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ നിന്നപ്പോൾ ഞാൻ പുറകിലെ സീറ്റിലായിരുന്നു. ഓട്ടോമാറ്റിക്കലി ഞാൻ അവൻ്റെ ഷർട്ടെ പിടിച്ച് വലിച്ച്, മരിക്കുവാണെങ്കിൽ ഒന്നിച്ചു മരിക്കാമെന്ന് പറയും. അപ്പോൾ അവർ ആ തോക്കെടുത്തിട്ട് ഇങ്ങോട്ട് നീട്ടി. അപ്പോൾ അവർ പഞ്ചാബിലൊക്കെ ഒന്ന് ചോദിക്കണേ, എനിക്ക് പഞ്ചാബി അറിയില്ല, ഞാൻ ഹിന്ദി കുറച്ചേ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മാനേജ് ചെയ്യണത്. പക്ഷേ ഒരു 10-15-20 മിനിറ്റോളം ഇവർ തോക്ക് പൊട്ടിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ തോക്ക് പൊട്ടുന്നില്ലായിരുന്നു. അവസാനം ഇവർ മുടത്ത് കഴിഞ്ഞപ്പോൾ തോക്ക് ഇങ്ങനെ പിടിച്ചാൽ വെക്കുമെന്നുള്ളതാണ്, ഇങ്ങനെ പിടിച്ചു എടുത്തു, അതിൻ്റെ അർത്ഥം വെക്കില്ലെന്ന്. എന്നിട്ട് പറഞ്ഞിട്ട് തും ജാവെന്ന് ഞങ്ങളുടെ ഡ്രൈവറോട് ഭയങ്കര ആജ്ഞ ഇത്. പക്ഷേ ഡ്രൈവർ പേടിച്ചിട്ട് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ബിസിൽ ഊതുന്നുണ്ട്. എനിക്ക് മാത്രം പോയിട്ടുണ്ടായില്ല. ഞാനടുത്ത് ഇവനോട് വല്ല വഴക്കിട്ടിട്ട് വഴക്ക് തീർക്കാൻ തന്നെയാണ്. ഇവർ ബിസിൽ ഊതിയപ്പോൾ ചെറുപ്പക്കാരൊരു 10-20 പേര് വണ്ടി വളഞ്ഞു. പിന്നെ അവരുടെ കയ്യിൽ എന്തൊക്കെ ആയതുള്ളതെന്ന് ഞാൻ കണ്ടില്ല. പിന്നെയും ബിസിൽ ഊതുമ്പോൾ ഇവർ ടോർച്ചടിച്ച് വണ്ടി നോക്കണം. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് വണ്ടിയാണ്. അത് കഴിഞ്ഞ് തോക്ക് പൊട്ടായിക്കാൻ പറ്റാതായപ്പോൾ ഇവർ വീണ്ടും ബിസിൽ ഊതി. ഇവരെല്ലാവരും ചെറുപ്പക്കാരൊക്കെ ആദ്യം വണ്ടി കയറി, അവസാനം ഈ തോക്ക് പിടിച്ച മനുഷ്യന് വണ്ടി കയറിയിട്ട് ഞങ്ങളോട് തുഞ്ച. പക്ഷേ ഞങ്ങളുടെ ഡ്രൈവറിന് വണ്ടി എടുക്കാൻ പറ്റാത്ത വിധം ആയിപ്പോയി. ഇവർ പോയി. അന്ന് ഞങ്ങൾ വണ്ടി കയറി ആദ്യം ജവമാല ചെല്ലാം, എത്ര നീളം വന്നാൽ ചെല്ലാം, ജവമാല ചെല്ലിയിട്ടാണ് ഈ വണ്ടിയിലോട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ക്രിസ്മസിൻ്റെ പഞ്ചാബി കരോള് പാട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ സംഭവം. പക്ഷേ അപ്പോഴേക്ക് അതെല്ലാം മറന്നു. ഈ ജപമാലയുടെ ശക്തി, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഒരു നന്മ നിറഞ്ഞ മറിയത്തിനൊരു ബോംബിനേക്കാൾ ശക്തി ഉണ്ടെന്ന്. പക്ഷേ ഒരു ജപമാലയ്ക്കല്ല ഒരു നന്മ നിറഞ്ഞ മറിയത്തിന് പോയ ശക്തി ഉണ്ടെന്ന് നമ്മൾ കേട്ടാൽ പോരാ, അനുഭവിക്കണം. അനുഭവമായത് അന്നാണ്. മറ്റൊന്ന്, ഈ ബോധമില്ലാത്ത ഡ്രൈവർ മൈലുകൾ ഈ വണ്ടി സ്റ്റീറിങ്ങേ മാത്രം പിടിച്ചിട്ടുള്ളൂ. വളവ് വേണം, വനത്തിൻ്റെ നടുവിലൂടെ രാത്രിയാണ് പോകുന്നത്. മണിക്കൂറുകൾ യാത്ര ചെയ്ത് യഥാസ്ഥാനത്ത് മൈതാനത്തിൻ്റെ അടുത്ത് മതിലിൽ ചെന്ന് വണ്ടി പതുക്കെ ചാരി നിൽക്കുകയാണ്. എനിക്ക് വെടിവെക്കാൻ വന്നതിനേക്കാൾ അത് മാതാവ് സംരക്ഷിച്ചതോടൊപ്പം തന്നെ ആ വണ്ടിയിൽ ഈശോയും മാതാവ് ഇരുന്നത് കൊണ്ടാണ് അന്ന് രാത്രി ഞങ്ങൾ ആ സ്ഥലത്ത് എത്തുന്നതും. കുറേ വൈകി ഇവരൊക്കെ അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഈ വണ്ടി മറ്റെങ്ങും തിരിഞ്ഞു പോകാം, ചെന്ന് പാടെ സ്റ്റെയറിങ്ങിൽ നിന്ന് കൈവിട്ട് ഈ ബോധം കെട്ട് വീഴുവായിരുന്നു ഈ പയ്യൻ. ഒരു ബോധമില്ലാതെയാണ് ആ വണ്ടിയിലിരിക്കണം, എല്ലാവരും അതെ. പക്ഷെ ആ വണ്ടി ഡ്രൈവ് ചെയ്തത് ഈശോ ആണെന്ന്, ആ തോക്കിൻ്റെ തുമ്പ് പിടിച്ചത് മാതാവാണെന്ന്, ജപമാലയുടെ ശക്തി, അമ്മയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ് ഞാൻ ഇന്നിവിടെ ഇരിക്കണം ഈ ശുശ്രൂഷയിൽ. ആത്മാക്കളുടെ രക്ഷ മാത്രം ലക്ഷ്യമാക്കി പാവങ്ങളുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന സിസ്റ്ററിൻ്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. കുടുംബങ്ങളുടെ സർവ്വതോന്മുഖമായ ഉന്നമനത്തിനു വേണ്ടി പ്രാർത്ഥനയും പ്രയത്നവും കോർത്തിണക്കിയ ഒരു സഭയാണ് ഞങ്ങളുടെ നസ്രത്ത് സന്യാസ സഭ. ഈശോയുടെ രക്ഷാകര സ്നേഹം കുടുംബങ്ങളിലേക്ക് പകർന്നേകി ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി ഞങ്ങൾ തീഷ്ണതയോടെ പരിശ്രമിക്കുന്നു. ഇപ്രകാരം കുടുംബ പ്രേക്ഷിത രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്ററാണ് ഞങ്ങളുടെ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ. പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും നിരാലംബർക്കും ജയിലിൽ കഴിയുന്നവർക്കുമെല്ലാം ആശ്വാസമേകുന്ന നിരവധി സേവനങ്ങൾ സിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾക്കായി ക്ലാസ്സുകളും ഭവന സന്ദർശനവും നിരവധി ധ്യാനങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മകളുമൊക്കെ സംഘടിപ്പിച്ച് കുടുംബത്തെ നിത്യജീവിതം ലക്ഷ്യമാക്കി ജീവിക്കാൻ സിസ്റ്റർ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ തെരുവുകളിൽ അലയുന്ന മക്കൾക്കും അതുപോലെ തന്നെ മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ടവർക്കുമെല്ലാം സുവിശേഷത്തിലെ ഈശോയുടെ ആനന്ദം പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് അവരെയും നേരായ വഴിയിലേക്ക് നയിക്കുവാൻ സിസ്റ്റർ അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സിസ്റ്റർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് വ്യക്തിപരമായ പ്രാർത്ഥന. അനേക മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരുന്ന് ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിച്ച് ജ്ഞാനത്തിനായി ഈശോയുടെ ഹിതം വിവേചിച്ചറിയുന്നതിനായി സിസ്റ്റർ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു ജീവിതാനുഭവമായി നമുക്ക് കണ്ടുമുട്ടാം.
അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.